നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നവരാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെന്ന് പല തോതിൽ പല കാര്യങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ബി.ജെ.പി ഇതര മുഖ്യമന്ത്രിമാരെ ടാർഗറ്റ് ചെയ്യുകയും എന്നാൽ ബി.ജെ.പിയിലേക്ക് അവർ എത്തുകയാണെങ്കിൽ അവരെ വെള്ളപൂശുകയും ചെയ്യുന്ന ഒരു വാഷിംഗ് മെഷീനായി പ്രവർത്തിക്കുന്ന ഈ സോഷ്യൽ സിസ്റ്റത്തെയാണ് പ്രിയങ്ക ഗാന്ധി പരിഹസിച്ച് പറഞ്ഞത് ബി.ജെ.പിയുടെ കയ്യിൽ ക്ലീൻ ചിറ്റ് നൽകാനായുള്ള പദ്ധതികൾ ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഇപ്പോഴിതാ ഡൽഹിയിൽ ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്നും കോടികൾ കണ്ടെത്തിയ വിവരം അത് എല്ലാവരെയും അമ്പരപ്പിച്ച ഒരു കാര്യമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറയുന്നത് ഹൈക്കോടതി ജഡ്ജിമാർ മാത്രമല്ല, ജുഡീഷ്യറിയിൽ തന്നെ കളങ്കിതരായ നിരവധി പേർ ഉണ്ട് എന്നുള്ളത് പരസ്യമായി വ്യക്തമാകുന്ന സാഹചര്യമാണ്. ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ നാണം കെടുത്തുന്ന ഒരു സംഭവ വികാസമാണ്. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ആർക്കും വശംവദരാകാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി തന്നെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം അധ്യക്ഷനായ കൊളീജിയം യോഗത്തിൽ നിരവധിയായിട്ടുള്ള തവണ അദ്ദേഹം ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആമുഖ പ്രസംഗത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്തുകൊണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ അപ്പോയിൻമെൻറ്റിൽ അതിൽ പങ്കാളിയാകേണ്ടതായി ഉണ്ട് എന്നതിൻ്റെ വിശദീകരണവും അദ്ദേഹം നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയോഗിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഒരു രീതിയിലും അധികാരമില്ല. അതായത് പരിമിതമായ അധികാരം മാത്രം ജുഡീഷ്യൽ സംവിധാനത്തിന് കൊടുത്ത് ബാക്കിയെല്ലാം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നതിനോട് അങ്ങേയറ്റത്തെ വിയോജിപ്പാണ് ചീഫ് ജസ്റ്റിസ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഒട്ടനവധിയായിട്ടുള്ള നിയമ ഭേദഗതികൾ നടത്തി ദേശീയ തലത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ പല വൻ അട്ടിമറികൾക്കും താല്പര്യപ്പെട്ട് നിൽക്കുകയാണ്. അതിലൊന്നാണ് 1961 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ട ഭേദഗതി. ഇത്തരത്തിൽ JPCയുടെ മുമ്പാകെ ബി.ജെ.പിക്ക് ആവശ്യമായിട്ടുള്ള പല രീതിയിലുള്ള നിയമചട്ടങ്ങളും ഭേദഗതി ചെയ്തുകൊണ്ട് അതിൽ വെള്ളം ചേർക്കുന്ന നടപടികളെയാണ് ഇപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എതിർത്തിരിക്കുന്നത്. അമിത്ഷായെയും കൃത്യമായി പരോക്ഷമായി തന്നെ വിമർശിക്കാൻ അദ്ദേഹം മറന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യത്യസ്തനാകുന്ന. ഒരുപക്ഷെ ഇത്രയേറെ എതിർപ്പുകൾ ഇന്ത്യയിൽ നേരിട്ടിട്ടുള്ള മറ്റൊരു ജുഡീഷ്യൽ ഓഫീസർ ഇല്ല, മറ്റൊരു ജഡ്ജി ഇല്ല. ചീഫ് ജസ്റ്റിസിനെ മാറ്റാൻ കേന്ദ്ര സർക്കാർ പല രീതിയിൽ ശ്രമം നടത്തുമ്പോൾ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ പറഞ്ഞു വോട്ടർ ID-യുമായി നേരിട്ട് ആധാർ കാർഡ് ബന്ധിപ്പിക്കപ്പെടണമെന്ന്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ സുപ്രീം കോടതി അനുശാസിച്ചിരുന്ന ഒരു കാര്യമാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴായി കേന്ദ്ര സർക്കാർ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. സുപ്രീം കോടതിക്ക് അന്തിമമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള പവറുണ്ട്. ആ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.